പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ശ്രീനിവാസൻ, ജഗതി, മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ജയറാം എന്നിവരുടെ എല്ലാം ഫോട്ടോ കാണാൻ സാധിക്കും. ഇതെല്ലാം ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. ശ്രീനിവാസന്റെ ഇമേജ് ഉള്ളത് ഫേസ്ബുക്കാണ്. അതുപോലെ ഈ ജഗതി ശ്രീകുമാറിന്റെ ഫേസ് ഉള്ളത് ഇൻസ്റ്റാഗ്രാമാണ് കേട്ടോ. അതുപോലെ മമ്മൂട്ടിയുടെ ഫേസ് ഉള്ള ഐക്കൺ യൂട്യൂബാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് വെച്ച് ഓരോ ആപ്ലിക്കേഷന്റെ ഐക്കൺ നിർമ്മിക്കാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിരിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോയിട്ട് നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഈ ആപ്ലിക്കേഷൻ എന്താണ്, എങ്ങനെയാണെന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഐക്കൺ ചേഞ്ചർ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. വെറും 8 MB മാത്രമുള്ള ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ എഗ്രി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ വരും. നമുക്ക് ഇതിൽ ഏത് ആപ്ലിക്കേഷനാണ് നമുക്ക് ഐക്കൺ മാറ്റേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫേസ്ബുക്ക് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. 2 ഓപ്ഷൻ താഴെ വരും. അതിൽ ആദ്യത്തെ ഗാലറിയിലേക്ക് ഓപ്പൺ ആവുന്നതാണ്. രണ്ടാമത്തെ ക്യാമറ ഓപ്പൺ ആവുകയാണ്. പിന്നെ ഇമോജി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഫേസ്ബുക്കിന്റെ ഐക്കൺ മാറ്റി കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഞാനിതിപ്പോ ഇമേജ് എന്ന് പറയുന്ന ഗാലറി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ ഒരു പിക്ചർ ഞാൻ ഇതിൽ എടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോ എന്റെ തന്നെ ഒരു പിക്ചർ ഞാൻ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നമുക്ക് ക്രോപ്പ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഇതുപോലെ സാധിക്കും. അതിനുശേഷം നമുക്ക് ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ ഒരു പരസ്യം വരും, അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ വരും. നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടിക്ക് മാർക്ക് വരും, അതോടെ ഓക്കെ ആവും. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഭാഗത്ത് എന്റെ ഫോട്ടോ ആണ് കേട്ടോ. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും രസകരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.